ഈ വാർത്തകളിലേക്ക് വരുമ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിനു ശേഷം പുതിയ ഗവർണർ വരുന്നു എന്നുള്ളതാണ്. രാജേന്ദർ അർലോക്കർ ഇന്ന് അദ്ദേഹം എത്തും. നാളെയാണ് ഔദ്യോഗികമായി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. രാജ്ഭവനിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി എത്തും. പുതിയ ഗവർണറും സർക്കാരും തമ്മിൽ ഏത് രീതിയിലായിരിക്കും ഇനി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ല തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബീഹാർ ഗവർണറായിരുന്നു അദ്ദേഹം. നേരത്തെ ഗോവയിൽ മന്ത്രിയായിരുന്നു. ശക്തനായ BJPയുടെയും RSSന്റെയും നേതാവ് കൂടിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായി അദ്ദേഹം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പുതുവത്സര ദിനത്തിൽ ഏറ്റവും പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗമാണ്. കാരണം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 750 കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിൽ ഈ മുണ്ടക്കൈ, ചൂരൽമല, അതുപോലെ തന്നെ പുഞ്ചിരിമറ്റം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അവിടെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിക്കുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിന് അവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ, അതുപോലെ തന്നെ സൊസൈറ്റികൾ, ഇവരെല്ലാം തന്നെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരം ആളുകൾ, ഇത്തരം കൂട്ടായ്മകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അതിനൊരു സർക്കാർ തലത്തിൽ തന്നെ ഒരു ഏകീകരണം നടത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പദ്ധതി, ആ പദ്ധതിയുടെ ഒരു രൂപരേഖ എന്താണ് എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് പുതുവത്സരത്തിൽ ഒരു പുതിയ ചുവടുവെപ്പ് കൂടി നമ്മൾ നടത്തുകയാണ്. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം തുടങ്ങുകയാണ്. അതായത് ഈ എല്ലാ സാധനവും വലിച്ചെറിയുക എന്നത് മാറ്റി അതിന് ഒരു ശുചിത്വത്തിന്റെ പുതിയ പാഠങ്ങൾ പുതുവത്സരത്തിൽ എല്ലാവരും സ്വീകരിക്കണം. അതിന്റെ ക്യാമ്പയിന് കൂടി ഇന്ന് തുടക്കമാകുകയാണ്. ഈ പുതുവത്സരത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് വയോധികന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി അപകടം നടന്നത്. മോഡേൺ ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. ഇത്തരം കാര്യങ്ങളാണ് തിരുവനന്തപുരത്ത് പ്രധാനമായും ഇന്ന് ഉള്ളത്. ജിൽസി.